ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു സൽഗുണ സമ്പന്നനായ വ്യക്തിയാവാൻ താങ്കൾ ഒരുക്കമാണോ എന്ന ചോദ്യത്തിന് ഒരുക്കമാണെന്ന മറുപടിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആളുകളോട് ഇടപഴകുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി പെരുമാറാനും വിനയം കാണിക്കാനും മാന്യവും മിതവുമായി സംസാരിക്കാനും ഔദാര്യമുള്ളവരാവാനും ഒക്കെ നമുക്ക് സാധിക്കണം. ആദരവും ബഹുമാനവും നമുക്ക് മറ്റുള്ളവരോടുണ്ടായിരിക്കണം. സഹനം പഥ്യമാക്കണം, ക്ഷമയശീലമാക്കണം, ധീരതയോടുകൂടി നമ്മൾ വർത്തിക്കണം. ഈ ഉത്തമ ശീലങ്ങളെ വളർത്താനും നിലനിർത്താനും കഴിയുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നൊരു വിനയവും നമ്മിലുണ്ടായിരിക്കണം. ഇവയ്ക്ക് വിരുദ്ധമായ ശീലങ്ങൾ മുഴുവൻ ഒഴിവാക്കണം. ജീവിതത്തെ ധന്യമാക്കുന്നതും അർത്ഥപൂർണമാക്കുന്നതും നന്മകളാണ് എന്ന് ചിന്തിച്ച് നന്മകളിലേക്ക് അടുക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് സാധിക്കണം. സ്വഭാവത്തെ നന്നാക്കിയവർ എത്ര വലിയ സമാധാനത്തിലായിരിക്കും. നമ്മൾക്ക് സമാധാനം ലഭിക്കുന്നില്ലയോ, നമ്മൾ നമ്മുടെ സ്വഭാവത്തെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ ഒരു ശരീരം മാത്രമല്ല, ആത്മാവ് കൂടിയാണ്. അവൻ്റെ ശരീരം ഒരു പുറന്തോട് മാത്രമല്ല. ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് ആന്തരികമായ രൂപത്തിലും ഭാവത്തിലുമുള്ള പങ്ക് വലുതാണ്. രൂപങ്ങളിലേക്കല്ല, മറിച്ച് ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു തആല നോക്കുക എന്ന ഹദീസ് പ്രസിദ്ധമാണ്. നന്നാക്കേണ്ടത് ഹൃദയമാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു, മലിനമാക്കിയവൻ പരാജയപ്പെട്ടു. അതിന് വേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയും മിനിയാന്നുമായി എന്തു പ്രയത്നമാണ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ നമ്മൾ ചെയ്തത് എന്ന് ആലോചിക്കണം. മനുഷ്യൻ അളക്കപ്പെടുന്നത് പലപ്പോഴും ശരീരത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും നീളം, വീതി, വർണ്ണം, വർഗം, ദേശം, ഭാഷ, സമ്പത്ത് എന്നിവയാണ്. ശരിക്കും മനുഷ്യൻ്റെ ഭയഭക്തിയാണ് ഒരാളെ ഉയർത്തുന്നത്. മേൽ പറഞ്ഞ ഘടകങ്ങളൊന്നും യഥാർത്ഥത്തിൽ ശരിക്കൊരു മനുഷ്യനെ അളക്കാനുള്ള ഒരു കൃത്യമായ അളവുകോലല്ല. കർമ്മങ്ങളും സ്വഭാവങ്ങളുമാണ് ആളുകൾ അളക്കാനുള്ള മാനദണ്ഡം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു, തഖ്വയുള്ളവനാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ധർമ്മനിഷ്ഠ പാലിക്കുകയാണ് വ്യക്തിത്വത്തെ ഉയർത്താനുള്ള ഏക വഴി. അത് നമ്മുടെ ആത്മാഭിമാനത്തെയും സ്ഥൈര്യത്തെയും ധൈര്യത്തെയും വളർത്തും. ഇത് മറ്റുള്ളവരുടെ ആദരവിനും മറ്റുള്ളവർ നമ്മെ അനുസരിക്കുന്നതിനും കാരണമാകും. ധർമ്മനിഷ്ഠ പാലിക്കാനുള്ള വഴികൾ ഇസ്ലാമികമായി ഉള്ളത് വിശ്വാസം, ആരാധനകൾ, ഇടപാടുകൾ, സ്വഭാവങ്ങൾ എന്നിവയെ നന്നാക്കുന്നതാണ്. അഖീദ, ഇബാദാത്ത്, മുആമലാത്ത്, ആദാബുകൾ, അഖ്ലാഖുകൾ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഏരിയകളിലൊക്കെ നമ്മൾ ഏതു റേഞ്ചിൽ നിൽക്കുന്നു, ഇനി എത്ര ഉയരണം എന്ന് ചിന്തിക്കണം. തണലും കനിയും തരാത്ത വൃക്ഷത്തെ പോലെയാണ് സൽസ്വഭാവമില്ലാത്ത ഈമാനും ഇബാദത്തും എന്ന് നമുക്കറിയാം. ഇടപാടുകളിൽ ഉത്തമ സ്വഭാവത്തോടെയാണ് നിർവഹിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിക പഠനം. ഈമാനും ഇബാദത്തും സ്വഭാവത്തെ വിജയിപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യും. നമസ്കാരം നന്നാക്കുകയാണ് ഇതിനൊക്കെ മുഖ്യമായും ചെയ്യേണ്ടത്. നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നിസ്കാരം നീചവൃത്തിയിൽ നിന്നപ്പോൾ മനുഷ്യനെ തടയും. അള്ളാഹുവെ ഓർക്കുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും വലിയ മോഷണം നടത്തുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അവർ? നമസ്കാരത്തിൽ കളവ് നടത്തുന്നവരാണ്. നിസ്കാരത്തിൽ അശ്രദ്ധയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ കുറവുമാണ് നമസ്കാരത്തെ വികലമാക്കുന്നത്. അതുകൊണ്ട് നമസ്കാരത്തെ ശ്രദ്ധിക്കുകയും സൽസ്വഭാവികളായി മാറാൻ തുനിയുകയും സഹനവും മുഖപ്രസന്നതയും വിനയവും ആദരവും ഒക്കെ ജീവിതത്തിൽ ചാലിച്ചു ചേർത്ത് ജീവിതത്തെ മധുരതരമാക്കാനും ധന്യമാക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി